ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി കണ്ടന്റ് ആണ്. വെറൈറ്റി കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കുറെ പേര് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ദിസ് ഓർ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ അത്. ഫോർ എക്സാമ്പിൾ, പ്ലേ ഗെയിം ഓഫ് ക്യൂട്ടിക്സ്, ടേക്ക് എ ഫീൽഡ് ട്രിപ്പ് വിത്ത് മിസ്റ്റർ ഫർസ്ലി. ആരുടെ ഇതൊക്കെ? വേറെ എക്സാമ്പിൾ എടുക്കും. ഫോർ എക്സാമ്പിൾ, മേക്ക് ഔട്ട് വിത്ത് യുവർ കസിനോ. കസിനുമായിട്ട് റൊമാൻസോ? ഓർ വിയർ കട്ട് ഷോർട്സ് യുവർ ഹോൾ ലൈഫ്, നെവർ ടേക്ക് ദം ഓഫ്. കട്ട് ഷോർട്സ് എല്ലാ ദിവസവും ഇതേലെ വള്ളി നിക്കർ ഇട്ടുകൊണ്ട് നടക്കണമെന്ന്. എനിക്ക് ഇതിനൊരു ആൻസർ ഇല്ല. വേറെ എക്സാമ്പിൾ ഉണ്ട്, ഇത് വെറുതെ വൃത്തിയോട്ടമൊക്കെ. വേറെ നല്ല എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ക്ലീൻ എ റൂം കവേർഡ് ഇൻ ബ്ലഡ്. ഒരു ചോരയെ കുളിച്ച റൂം ഞാൻ ക്ലീൻ ചെയ്യണോ, അതോ ക്ലീൻ എ റൂം ഫിൽഡ് വിത്ത് പൂ? പൂ മീൻസ് തീട്ടം, പട്ടിത്തീട്ടം. ഞാൻ ഒരു റൂം ഫുള്ള് ബ്ലഡ് ഉള്ള മുറി വൃത്തിയാക്കണോ, അതോ തീട്ടമുള്ള മുറി വൃത്തിയാക്കണോ? ഞാൻ ബ്ലഡ് ഉള്ള മുറിയെ വൃത്തിയാക്കത്തുള്ളൂ. എന്നെ പോലെ തന്നെ 1 മില്യണോളം ആൾക്കാർ ബ്ലഡ് ഉള്ള മുറി വൃത്തിയാക്കാൻ നേറ്റ്. ഏതാണ് ഈ 10 ശതമാനം കണ്ടവന്റെ തീട്ടം കഴിയാൻ നടക്കുന്നവൻ? അടുത്തത്, ഹാവ് എ ബ്യൂട്ടിഫുൾ ലവർ ദാറ്റ് യു ആർ ഇൻകംപാറ്റബിൾ വിത്ത്, അല്ലെങ്കിൽ ഹാവ് ആൻ അഗ്ലി ലവർ ദാറ്റ് യു ഗെറ്റ് അലോങ് വിത്ത്. ഇത് ഒത്തിരി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ഞാൻ എന്തോ ആൻസർ കൊടുക്കും. ഈ ബ്യൂട്ടിഫുൾ അഗ്ലി എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസുകളാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന ബാക്കി ഒരാൾക്ക് ചിലപ്പോൾ അഗ്ലി ആയിട്ട് തോന്നിയേക്കാം. അങ്ങനെ നോക്കാൻ നേരെ എനിക്ക് അഗ്ലി ആയിട്ട് തോന്നുന്നതായിരിക്കും ബാക്കിയുള്ളവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ട് എന്നാ പോരെ. അതുകൊണ്ട് 5 ലക്ഷം പേരോളം എന്റെ കൂട്ടത്തിലുണ്ട്. ബാക്കി 4 ലക്ഷം പേര് പട ഹൊറ. നിന്റെ ഒന്നും ജീവിതത്തിൽ സന്തോഷം കാണത്തില്ല. അടുത്തത്, കിൽ someone and have nobody know. ഒരുത്തനെ നമുക്ക് കൊന്നു തള്ള, ആരും അറിയാതെ. അല്ലെങ്കിൽ നോട്ട് കിൽ someone but have everyone think you did. ഞാൻ ആരെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും സമൂഹം എന്നെ ഉറ്റുനോക്കണം. ഞാൻ ഏത് സെലക്ട് ചെയ്യുമെന്നാണ് മണ്ട നിന്റെ വിചാരം? കിൽ someone and nobody know. ഒരുത്തനെ കൊല്ലും ഞാൻ. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഈ രക്തം ചിന്തുന്നതിനോട് ഭയങ്കര താല്പര്യമാണ്. ചിന്തണം രക്തം. വാച്ച് ഓൺലി ഡ്രാമാസ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, വാച്ച് ഓൺലി കോമഡീസ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. കോമഡി തന്നെ, ഏതായ ഒരു കോമഡിയാ, പിന്നെന്തുവാ കോമഡി തന്നെ കണ്ട് തീരട്ടെ എൻ്റെ ജീവിതം. അടുത്തത് ബി സ്ട്രാൻഡഡ് അലോൺ. ഒറ്റയ്ക്കാവുക. സ്ട്രാൻഡഡ് വിത്ത് someone that you hate. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ ട്രാപ്പഡ് ആയിട്ടിരിക്കുക. ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് താമസിച്ചോളാം. എനിക്ക് ഇഷ്ടമല്ലാത്തവരുടെ കൂട്ടത്തിൽ നിൽക്കണ്ട. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്ത് ഇപ്രാവശ്യം ഭൂരിഭാഗം കുറവായി. ഓ ചിലപ്പോൾ കമ്പനി ആയാലോ. രണ്ടുപേരും ഒറ്റയ്ക്കില്ലയോ? മനസ്സിലാവുന്നുണ്ട്. ഒന്നെങ്കിൽ ജീവിതകാലം മൊത്തം ചെരുപ്പില്ലാതെ തന്നെ നടക്കുക, അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം തന്നെ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കണം. ഇത്രയും ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കണം. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാ ഇതെന്തുമായിരിക്കും ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്തേക്കുന്നത്? ആ ചെരുപ്പ് ജീവിതകാലം മൊത്തം ഇട്ടുകൊണ്ട് നടക്കാനായിരിക്കും, അതോ ജീവിതകാലം മൊത്തം ചെരുപ്പില്ലാതെ നടക്കാനായിരിക്കും? ഞാനിത് എന്തോ സെലക്ട് ചെയ്യുക. മനപ്രയാസമായല്ലോ. ഞാൻ ചെരുപ്പില്ലാതെ നടന്നോളാം. എൻ്റെ കൂട്ടത്തിലെ ആൾക്കാർ 6 ലക്ഷം പേരോളം ചെരുപ്പില്ലാതെ നടന്നോളും. 5 ലക്ഷം പേര് ആ സാധനം ജീവിതകാലം മൊത്തം ഇട്ടോളാന്ന്. ഓക്കെടാ, നീയൊക്കെ ചെരുപ്പിട്ട് മുടിഞ്ഞു പോകും. പ്ലേ വിത്ത് ഡോഗ് ഡു ലൈക്ക് പ്ലേ ഡു. ഡോഗ് ഡു എന്ന് പറഞ്ഞാൽ പട്ടിത്തീട്ടം. പ്ലേ ഡു എന്ന് പറഞ്ഞാൽ ഞെക്കിപ്പൊളിച്ച് കളിക്കുന്ന സാധനം. പട്ടിത്തീട്ടം കൊണ്ട് ഞെക്കിപ്പൊളിച്ച് കളിക്കുന്നു, അതോ വല്ലവരുടെയും മൂത്രത്തിനകത്ത് ഇരിക്കുന്നോ? ഈ വല്ലവരുടെ മൂത്രത്തിനകത്ത് ഇരിക്കാൻ താല്പര്യപ്പെട്ടവന്റെ ആ ഒരു പട്ടിത്തീട്ടം കുഴയ്ക്കാൻ ആർക്കാണോ ഇഷ്ടം? ഇത് ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യും? വിക്കോ വേഗം പോയി അത്തിപ്പാടം കുത്തിക്കൊണ്ട് പോവാ. ഓക്കെ, ഞാൻ പട്ടിത്തീട്ടം കുഴച്ച് കളിച്ചോളാം. 5 ലക്ഷം പേരോളം വല്ലവരുടെ മൂത്രത്തിനകത്ത് കിടന്ന് പേരണ്ടോളാന്ന്. ഞാൻ പട്ടിത്തീട്ടത്തിനകത്തു. റിയലീവ് എ സ്പെസിഫിക് മൊമെന്റ്. എന്റെ ഏതെങ്കിലും ഒരു നല്ല സമയം ഒന്നുകൂടെ ഒന്ന് ജീവിക്കണം. റീക്രിയേറ്റ് എ റാൻഡം മൊമെന്റ്. ഞാനായിട്ട് തന്നെ എന്റെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എന്റെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുകയേ ചെയ്യത്തുള്ളൂ. കാരണം എനിക്ക് റിലീവ് ചെയ്യാനായിട്ട് നല്ലൊരു മൊമെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്കറിയാം നിങ്ങൾക്കും വിഷമമായി കാണും. ഈ പാവം കുഞ്ഞിനെ ഒന്ന് സഹായിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ ഒരു നല്ലൊരു മൊമെന്റ് റീക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, പ്രാവശ്യം എൻ്റെ കൂട്ടത്തെ ആള് കുറവാ, കുഴപ്പമില്ല. സ്പിറ്റ് അറ്റ് ആൻ ആംഗ്രി മൈക്ക് ടൈസൺ. മൈക്ക് ടൈസനെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പുള്ളിയുടെ ഒറ്റയടിക്ക് 14 ലോകം കാണും. അപ്പൊ എന്തായാലും ദേഷ്യപ്പെട്ടിരിക്കുന്ന മൈക്ക് ടൈസനെ തുപ്പാനായിട്ട് ഞാൻ പോകത്തില്ല. സ്പിറ്റ് അറ്റ് ആൻ ആംഗ്രി ബ്രൂസ് ലീ. രണ്ടിലും മരണം ഉറപ്പാ. ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബ്രൂസ്ലിക്ക് ആകുമ്പോൾ മർമ്മം അറിയായിരിക്കും. അപ്പൊ അവിടെ ഒരൊറ്റ കുത്തിന് തീർക്കും. ബ്രൂസ്ലി മതി. ഹാവ് നോ ഹാൻഡ്സ്. കൈ ഇല്ലാതാവുക. ഓർ ഹാവ് എ നേക്കഡ് ഫാറ്റ് ഗായ് സ്റ്റോക്കിംഗ് യു അറ്റ് ഓൾ ടൈംസ്. അതെന്തുവാ? കൈ ഇല്ലാത്തതാണോ നല്ലത്, അതോ ഒരു നഗ്നനായ തടിയനെ എപ്പോഴും കൂട്ടത്തിൽ നടത്തുന്നതാണോ നല്ലത്? നഗ്നനായ തടിയാ, വാടാ, നീ എന്റെ കൂട്ടത്തിലങ്ങ് നട കേട്ടോ, എനിക്ക് കൈ വേണം. ഓക്കെ, 1 ലക്ഷം പേരുടെ കൂട്ടത്തിൽ നഗ്നനായ തടിയൻ. ബി ഡെഫ് ആൻഡ് ഹാവ് നോ ലെഗ്സ്. ബി ബ്ലൈൻഡ് ആൻഡ് ഹാവ് നോ ആംസ്. വിക്കോ വേഗം പോയിക്കോ. കണ്ണുമില്ല കയ്യും ഇല്ലാത്തതിനെക്കാട്ടി നല്ല കാലും ഇല്ല ചെവിയും കേൾക്കാത്തയാ. അല്ല എന്തെങ്കിലും കാണുമെങ്കിലും ചെയ്യാമല്ലോ. എപ്പോഴും ഓടുക അല്ലെങ്കിൽ എപ്പോഴും എഴയുക. വിക്കോ വേഗം പോയി കൊത്തിപ്പാടം കൊത്തിക്കൊണ്ടുപോവാ. ഞാൻ എപ്പോഴും ഓടിക്കോളാം. എൻ്റെ കൂടെ 10 ലക്ഷം പേരോളം പിന്നെ ഓടാനുണ്ട്. ബി ഹോംലെസ്, ബി എ സ്ലേവ്. സ്വന്തമായിട്ട് ഒരു കൂര ഇല്ലാത്തവനായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഒരു അടിമയായിട്ട് ജീവിക്കുക. എനിക്ക് വീട് വേണ്ട.
ഞാൻ മിച്ചക്കാരനായിട്ട് ജീവിച്ചോളാം. സ്ലേവ് ആവുന്നതിലും നല്ല അത് തന്നെ. ബി നേക്കഡ് ഓൾ ദ ടൈം. നഗ്നയായി എപ്പോഴും നടക്കുക. നെവർ ലീവ് യുവർ ഹോം അപ്പാർട്ട്മെന്റ്. അയ്യോ, വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും നഗ്നയായിട്ട് നടക്കുക. നഗ്നയായിട്ട് നടന്നോളാം, അതാ നല്ലത്. ഇതിനകത്ത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറെ കാണും ഇങ്ങനെ എന്തോ പിന്നെ നോബൽ പ്രൈസ്, പിന്നെ ഓസ്കാർ ഇരിക്കട്ടെ. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കാൻ നിന്ന കുറെ സമയം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെയറിംഗ് ആയിട്ടുള്ള ഷോ നിങ്ങൾക്ക് കാണണോ? പാമ്പിനെ വരെ മൂക്കി കൂടെ വലിച്ച് വായിക്കൂടെ ഇറക്കുന്ന ഷോ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാൻ. ടാറ്റ.